بسم الله الرحمن الرحيم الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا قيما لينذر بأسا شديدا من لدنه ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا ماكثين فيه أبدا وينذر الذين قالوا اتخذ الله ولدا ما لهم به من علم ولا لآبائهم كبرت كلمة تخرج من أفواههم إن يقولون إلا كذبا فلعلك متكئين فيها على الأرائك نعم الثواب وحسنت مرتفقا واضرب لهم مثل الرجلين جعلنا لأحدهما جنتين من أعناب وحففناهما بنخل وجعلنا بينهما زرعا كلتا الجنتين آتت أكلها ولم تظلم منه شيئا وفجرنا خلالهما نهرا وكان له ثمر فقال لصاحبه وهو يحاوره أنا أكثر منك مالا وأعز نفرا ودخل جنته وهو ظالم لنفسه قال ما أظن أن تبيد هذه أبدا وما أظن الساعة قائمة ولئن رددت إلى ربي لأجدن خيرا منها منقلبا قال له صاحبه فيا خسارة نفس في تجارتها لم تشتر الدين بالدنيا ولم تسمي ومن يبع عاجلا منه بعاجله يبله الغبن في بيع وفي سلم إن آتي ذنبا فما أحدي بمنتقل من النبي ولا حبلي بمنصرم فإن لي ذمة منه بتسميتي محمدا وهو أوفى الخلق بالذمم إن لم يكن في معادي آخذا بيدي فضلا وإلا فقل يا زلة القدم يا رب صل يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ആദരണീയരായ സാദാത്തുക്കൾ, ബഹുമാന്യരായ ഉലമാക്കൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫ് കേവലം പശ്ചാത്തലമാക്കി റമളാനുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള ചില പ്രധാന വിഷയങ്ങൾ ഉദ്ബോധിപ്പിക്കുക എന്ന മഹത്തായ ദൗത്യമാണ് നാം നിർവഹിക്കുന്നത്. ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ സാധിച്ചതിൽ ആദ്യമായി അല്ലാഹുവിനെ നാം എല്ലാവരും സ്തുതിക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇത് ഒരു സൽക്കർമ്മമായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. വിശുദ്ധ ഖുർആനിലേക്ക് അടുക്കാനും മറ്റുള്ളവരെ അടുപ്പിക്കുവാനുമുള്ള ഏതോ ഒരു പ്രചോദനം ഈ വേദിയിലൂടെ പടച്ച റബ്ബ് നമുക്കും നമ്മുടെ സഹോദരന്മാർക്കും ഇസ്ലാമിക സമൂഹത്തിന് മൊത്തത്തിലും പ്രദാനം ചെയ്യട്ടെ. ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം അച്ചടക്കം, ഖുർആനിക മാനം എന്നതാണ്. അച്ചടക്കമെന്ന് പറഞ്ഞാൽ വിധേയത്വമാണ്, അനുസരണമാണ്. അനുസരണവും വിധേയത്വവും
എവിടെയാണോ ഉള്ളത് അവിടെ മാത്രമേ ശാന്തിയും സമാധാനവും നിലനിൽക്കുകയുള്ളൂ. അനുഭവസമ്പന്നരായ ആളുകൾ, ദീർഘദൃഷ്ടിയുള്ള ആളുകൾ, കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവർ അവരുടെ താഴെയുള്ളവരോട് ഉപദേശിക്കുമ്പോൾ, നിർദ്ദേശിക്കുമ്പോൾ അത് പൂർണ്ണമായി പാലിക്കുകയും അവരോട് അനുകൂലമായ പ്രതികരണം കാണിക്കുകയും ചെയ്യുക എന്നതാണ് യഥാർത്ഥത്തിൽ അച്ചടക്കം കൊണ്ടുദ്ദേശിക്കുന്നത്. ഇസ്ലാം എന്ന ആ വാക്ക് തന്നെ നാം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അനുസരണമാണ്, അല്ലെങ്കിൽ വിധേയത്വമാണ്, അല്ലെങ്കിൽ അച്ചടക്കമാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം അൽ ഇസ്ലാം ആണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അനുസരിച്ച് അവന് വിധേയപ്പെട്ട് വാക്കുകളും പ്രവർത്തനങ്ങളും നിലപാടുകളും ക്രമപ്പെടുത്തുന്നതിനാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തിയിൽ ഈ അനുസരണത്തിൻ്റെയും അച്ചടക്കത്തിൻ്റെയും തോത് കുറയുകയാണ് എങ്കിൽ അവൻ്റെ ഇസ്ലാമിന് പ്രൗഢിയും ശക്തിയും കുറയുന്നു. അനുസരണവും അച്ചടക്കവും സമ്പൂർണമായ രൂപത്തിൽ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞാലോ അവൻ്റെ ഇസ്ലാമിന് ശക്തി ലഭിക്കുന്നു. അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രത്തിൽ നാം അതാണ് വായിക്കുന്നത്. അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രത്തിൽ 7 വിശ്വാസികൾ കാണിച്ച അങ്ങേയറ്റത്തെ വിധേയത്വം അവർ ഉറക്കെ പ്രഖ്യാപിക്കുക തന്നെ ചെയ്തു. ഇത് ഖാമൂ ഫഖാലൂ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർളി ലൻ നദ്ഉ മിൻ ദൂനിഹി. അള്ളാഹുവിനോട് അവർ പറയുകയാണ്, അള്ളാഹുവിനെ കുറിച്ച് അവർ പ്രഖ്യാപിക്കുകയാണ്, ഞങ്ങളുടെ റബ്ബ്. റബ്ബ് എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും പടിപടിയായി വളർത്തുകയും ചെയ്യുന്നവൻ എന്നാണ്. പഴയ കാലത്ത് നമ്മുടെ ഉസ്താദുമാർ, പള്ളി ദർസുകളിലെ ഉസ്താദുമാർ, ഓത്തുപള്ളികളിൽ പഠിപ്പിച്ചിരുന്ന പഴയകാലത്തെ പണ്ഡിതന്മാർ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന പഴയ അർത്ഥം, ആ പഴമയാണ് ഏറ്റവും ഭംഗിയുള്ളത് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. പഴമയിലേക്കുള്ള യാത്രയിലാണ് നാം ഉള്ളത്. ആധുനിക ലോകത്തിൻ്റെ പുതുമകളിൽ, അതിൻ്റെ പകിട്ടുകളിൽ നാം മുങ്ങിപ്പോകാതെ പഴമയിലേക്ക് പോകണം. റബ്ബുന, ഞങ്ങളെ സൃഷ്ടിക്കുകയും ഞങ്ങളെ പടിപടിയായി പരിപാലിക്കുകയും വളർത്തുകയും ചെയ്യുന്ന ആൾ ആകാശഭൂമികളുടെ സൃഷ്ടാവായ അള്ളാഹുവാണ്. അവൻ പറഞ്ഞത് മാത്രമാണ് ഞങ്ങൾ അനുസരിക്കേണ്ടത്. അസ്ഹാബുൽ കഹ്ഫ് ജീവിക്കുന്ന ആ പ്രദേശത്ത് ഇസ്ലാമികമായ ജീവിതത്തിന് ശക്തമായ തടസ്സങ്ങൾ നിലനിന്നിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. വലിയ തടസ്സങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ വളരെ പ്രഭാവത്തോടെ നിലനിന്നിരുന്ന റോമാ സാമ്രാജ്യത്തിൻ്റെ ഭാഗത്തുനിന്ന് സത്യത്തിന് വളരെയേറെ എതിർപ്പുകൾ ഉണ്ടായപ്പോൾ, ഭരണാധികാരികളുടെ എതിർപ്പുകൾ ഉണ്ടായപ്പോൾ അതൊന്നും വകവെക്കാതെ തങ്ങൾക്ക് സഹായത്തിന് ശക്തിയോ ആയുധമോ ഒന്നും കൂടെയില്ലെങ്കിലും ഒരു കാര്യത്തിൽ ഞങ്ങൾ ശക്തിയുള്ളവരാണ്, അത് മറ്റൊന്നുമല്ല, ഞങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ള അള്ളാഹുവിൻ്റെ നിയമങ്ങൾ ഞങ്ങൾ പാലിച്ചാൽ തീർച്ചയായും ആ അള്ളാഹു ഞങ്ങളെ സഹായിക്കും. ഈ വിശ്വാസത്തോടു കൂടിയാണ് അസ്ഹാബുൽ കഹ്ഫ് യാത്രക്ക് മുതിരുന്നത്. ആ യാത്ര വിജയകരമായിരുന്നു. അവരുദ്ദേശിച്ചതിനേക്കാൾ വലിയ വിജയത്തിലത് കലാശിച്ചു. അവർ താമസിച്ചിരുന്ന ഗുഹയിൽ 300 കൊല്ലം അവർ ഉറങ്ങുകയായിരുന്നു. ആ ഉറക്കത്തിന് ശേഷം അവർ എഴുന്നേൽക്കുകയാണ്. എഴുന്നേറ്റപ്പോൾ വല്ലാതെ അവർക്ക് വിശപ്പ് അനുഭവപ്പെടുകയാണ്. സ്വാഭാവികമാണ്, 300 കൊല്ലം ഉറങ്ങിയാലുണ്ടാവുന്ന വിശപ്പ് 5 മണിക്കൂർ കഴിഞ്ഞാൽ തന്നെ ഒരു വ്യക്തി കഴിച്ച ഭക്ഷണം മുഴുവനും ദഹിച്ച് രണ്ടാമത്തെ ഭക്ഷണത്തിന് ചോദിക്കുന്ന സന്ദർഭങ്ങളാണ്. റമദാനിൽ പിന്നെ ആത്മീയമായ എന്തോ ഒരു ശക്തി നമ്മോടൊപ്പം ഉള്ളതുകൊണ്ടാണ് നമ്മളാരും ഭക്ഷണം തേടാത്തത്.
300 കൊല്ലം കഴിഞ്ഞ് അവരെഴുന്നേൽക്കുന്നു. അവരെഴുന്നേറ്റ് ആദ്യം തന്നെ ചോദിക്കുന്ന കാര്യം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അവര് ചോദിച്ചു, ഇതെല്ലാം പദാനുപദം പറഞ്ഞ് അതിൻ്റെ ചർച്ചകളിലൂടെ കടന്നു പോകാൻ ധാരാളം ദിവസങ്ങളും സമയങ്ങളും വേണം. പ്രിയപ്പെട്ട ശ്രോതാക്കൾ അത് ക്ഷമിക്കുക. ഇൻഷാ അല്ലാഹ് ഖുർആൻ പഠനവേദികൾ കൊണ്ടോട്ടിയുടെ, മലപ്പുറത്തിൻ്റെ, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കും. അവിടെയെല്ലാം പോവുക. അവിടെയെല്ലാം പോകാനുള്ള ഒരു പ്രചോദനം മാത്രമാണ് ഈ ക്ലാസ്. അതുകൊണ്ടാണ് അൽ കഹ്ഫിൻ്റെ പശ്ചാത്തലത്തിൽ എന്ന് നാം പറയുന്നത്. അപ്പം അതുകൊണ്ട് അൽ കഹ്ഫ് പഠിക്കാനുള്ള ഒരു താല്പര്യവും വാസനയുമായാൽ ഇനി എന്ത് തടസ്സവും നേരിട്ട് അത് പഠിക്കാൻ നമുക്ക് പൂതിയുണ്ടാകും. അള്ളാഹു നമുക്കതിന് ഭാഗ്യം നൽകട്ടെ. അപ്പോൾ വിശുദ്ധ ഖുർആൻ അൽ കഹ്ഫിലെ 19-ാമത്തെ വചനത്തിൽ പറയുന്നത്, അവരെ 300 കൊല്ലം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ അവരിൽ ഒരാൾ പറയുകയാണ്, ഫൽയൻളുർ അയ്യുഹ അസ്കാ ത്വആമൻ, നല്ല ശാപ്പാട് എവിടെ കിട്ടും എന്ന് ആരെങ്കിലും ഒന്ന് പോയി നോക്കിയാൽ നന്നായിരുന്നു. നമ്മൾ എവിടെയെങ്കിലും ഒരു ഫ്ലാറ്റ് എടുക്കുകയോ എവിടെയെങ്കിലും സെറ്റാവുകയോ ചെയ്താൽ, അല്ലെങ്കിൽ ഒരു നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ തന്നെ ആദ്യം അന്വേഷിക്കുക നല്ല ഹോട്ടൽ എവിടെയുണ്ട് എന്നാണ്. അത് കഴിഞ്ഞിട്ടാ ബാക്കി എല്ലാ പരിപാടിയും. അത് മനുഷ്യന് ആഹാരം കഴിക്കാതെ ജീവിക്കാൻ കഴിയില്ലല്ലോ. ഖുർആൻ അത് അനുവദിച്ചതുമാണ്. ഫൽയൻളുർ അയ്യുഹ അസ്കാ ത്വആമൻ, ഹലാലായ ഭക്ഷണം എവിടെയുണ്ട് എന്ന് അന്വേഷിക്കുകയാണ്. ഹലാലായ ഭക്ഷണം കഴിച്ചാൽ മാത്രമേ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ കഴിയുകയുള്ളൂ. ബാക്കി എല്ലാം ഉണ്ട്, നിസ്കാരമുണ്ട്, ഇബാദത്തുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഭക്ഷണം കഴിക്കുന്ന സമ്പാദ്യം ഹലാലിൻ്റേത് അല്ല എങ്കിൽ ആ മനുഷ്യൻ പരാജയപ്പെട്ടു പോകും. അതുകൊണ്ടാണ് അയ്യുഹ അസ്കാ ത്വആമൻ, രുചികരമായ ഭക്ഷണം ഏത് എന്നല്ല, ഹലാലായ ഭക്ഷണം ഏത്. ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ ഹലാലായ ഭക്ഷണത്തിനോട് മനുഷ്യന് പ്രതിപത്തി ഉണ്ടാകണമെന്നും ഹലാലല്ലാത്തത് വയറ്റിൽ കുടുങ്ങരുതേ എന്ന വിചാരം വിശ്വാസികൾക്ക് വേണമെന്നും പണ്ഡിതന്മാർ ഉണർത്തുന്നുണ്ട്. ചോദിച്ചു, പക്ഷേ ഭക്ഷണം ഫ്രീ ആയി ലഭിക്കാൻ അങ്ങാടിയിൽ പോയെന്ന് കൈകാട്ടിയാൽ മതി. മുഷിഞ്ഞ വേഷവും കാണുമ്പോൾ തന്നെ ദൈന്യതയും ഉണ്ട് എങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും തരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ 7 വ്യക്തികൾ വളരെ മാന്യതയുള്ള ആളുകളാണ്. അവരെന്താണ് ചെയ്യുന്നത്? ആ പോകുന്ന സമയത്ത് തന്നെ അവരുടെ ഭാണ്ഡത്തിൽ നിന്ന് ഒരു ചെറിയ വെള്ളി നാണയം എടുത്ത് കൊടുക്കുകയാണ്. ആ വെള്ളി നാണയവുമായിട്ടാണ് അങ്ങാടിയിലേക്ക് പോകുന്നത്. അങ്ങനെ ഫബഅസൂ അഹദകും ബിവരിഖികും ഹാദിഹി, നിങ്ങളുടെ ഈ നാണയവുമായിട്ട് പോയിക്കോ. നല്ല ഭക്ഷണം, ഹലാലായ ഭക്ഷണം വാങ്ങണം. കട്ട് കൊണ്ടുവരരുത്, യാചിച്ച് വാങ്ങരുത്. ഈ വെള്ളി നാണയവുമായിട്ട് പോയി കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ പുറപ്പെടുകയാണ്. ഒരാൾ തയ്യാറായി, പോകാൻ തയ്യാറായി. 7 ആളും കൂടെ പോകേണ്ട ആവശ്യമില്ല. ബാക്കി 6 ആളുകൾ അവിടെ നിൽക്കുന്നു. 7ാമൻ പോവുകയാണ്. ആ പോകുന്ന സമയത്ത് ഈ 6 ആളുകളുടെ സ്നേഹം, അവരുടെ കൂട്ടായ്മയിലുള്ള ആ ഭംഗിയെപ്പറ്റി വിശുദ്ധ ഖുർആൻ പറയുന്നു. ഈ 6 ആളുകൾ 7ാമനോട് പറയാണ്, വല്യ തലത്തഫ് വലാ യുശ്ഇറന്ന ബികും അഹദാ. ഈ 7ാമൻ പുറപ്പെടുമ്പോൾ അദ്ദേഹത്തോട് മറ്റുള്ളവർ പറയുന്നു, വല്യ തലത്തഫ്, വളരെ ശ്രദ്ധിച്ചു കൊള്ളണം, വേഷം മാറണം. നമ്മുടെ യഥാർത്ഥ വേഷവും നമ്മുടെ യഥാർത്ഥ നാടും ഈ നാട്ടുകാർ അറിഞ്ഞാൽ അവർ നമ്മെ പിടികൂടും. കാരണം ഭരിക്കുന്ന രാജാവിൻ്റെ പീഡനങ്ങളും മർദ്ദനങ്ങളും സഹിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് ഗുഹയിലേക്ക് പോയത്. എത്ര വർഷം ഉറങ്ങിയെന്നോ എത്ര കാലം ഗുഹയിൽ കഴിഞ്ഞുവെന്നോ അവർക്കറിയില്ല. അവർക്കതറിയില്ല. ഉറങ്ങി എഴുന്നേറ്റാൽ എത്ര കാലം ഉറങ്ങി എന്ന് അറിയാൻ മനുഷ്യനെ കൊണ്ട് കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ അവർ മനസ്സിലാക്കുന്നത് ആ പഴയ നാടും ആ പരിസരവുമായിരിക്കും ഇപ്പോഴും നിലകൊള്ളുന്നത് എന്നാണ്. അതുകൊണ്ട് അവർ ആവശ്യപ്പെടുകയാണ് പോകുന്ന വ്യക്തിയോട്, നിന്റെ നാടും വീടും സ്വഭാവവും ഒന്നും അവിടെ കാണിച്ചു കൊടുക്കരുത്. കാണിച്ചാൽ നമ്മെ അവർ പിടികൂടും. വേഷപ്രച്ഛന്നനായിട്ട് പോയിക്കോ.
വിശുദ്ധ ഖുർആന്റെ അക്ഷരങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ എണ്ണിയാൽ ആകെ അക്ഷരങ്ങൾ പകുതിയാകുന്ന സ്ഥലം വൽയതലത്തഫ് എന്ന ഭാഗത്താണ്. അവിടെയാണ് ഖുർആന്റെ പകുതി. ആദ്യം മുതൽ അവസാനം വരെയുള്ള അക്ഷരങ്ങളെ നാം 2 കൊണ്ട് ഹരിച്ചാൽ പകുതിയാകുന്നത് വൽയതലത്തഫ് എന്ന ഭാഗത്താണ്. അങ്ങനെ ഒരു പ്രത്യേകത അതിനുണ്ട്. അവിടെ മറ്റൊരു പാഠവുമുണ്ട്, വലിയ പാഠങ്ങളുണ്ട്. ആ പാഠങ്ങളിലേക്കൊന്നും ഞാൻ പോവുകയല്ല. ഏറ്റവും വലിയ പാഠം എന്താണെന്ന് ചോദിച്ചാൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിലാണെന്ന് ഉറച്ചു വിശ്വസിക്കുകയും അങ്ങനെ ജീവിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ പോലും അള്ളാഹു എന്നെ രക്ഷിക്കും എന്ന ആ ഒരു വിചാരത്തോടുകൂടി ശ്രദ്ധിക്കാതെ നടക്കരുത്, നീങ്ങരുത്, ജീവിക്കരുത്. പരിസരങ്ങളെ പറ്റിയുള്ള ബോധം വേണം. പരിസരത്തുള്ള ശത്രുക്കൾ നമ്മെ അപകടപ്പെടുത്താൻ സാധ്യതയുള്ളതുകൊണ്ട് നാം ചില ഉപായങ്ങൾ കണ്ടെത്തേണ്ടതും അത് പാലിക്കേണ്ടതുമാണ്. അതുകൊണ്ടാണ് വേഷം മാറാൻ പറഞ്ഞിട്ടുള്ളത്. വേഷമൊന്നും മാറാതെ സാധാരണ ലോക്കൽ രൂപത്തിൽ പോയാലും അള്ളാഹു രക്ഷിച്ചേക്കാം. പക്ഷേ മുസബ്ബിബുൽ അസ്ബാബായ അള്ളാഹു മനുഷ്യന് അവന്റെ ജീവിതത്തിൽ മതപരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങുന്ന മനുഷ്യന് എതിർപ്പുകൾ വരുമ്പോൾ ചില ഉപായങ്ങളും ചില ഹിക്മത്തുകളും സ്വീകരിക്കാൻ അനുവാദം നൽകിയിട്ടുണ്ട്. ചിലപ്പോൾ ഒളിക്കേണ്ടി വരും. ആ ഒളിക്കലും ഇസ്ലാം അനുവദിച്ചു. അതുകൊണ്ടാണല്ലോ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ സൗർ എന്ന ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖും 3 ദിവസം തങ്ങിയത്. ആ ഗുഹയിൽ ഒളിക്കാതെ വെളിച്ചത്ത് തന്നെ നിന്നാലോ നിൽക്കാമായിരുന്നു. പക്ഷേ റബ്ബിന്റെ ഹിക്മത്ത് അതാണ്. ഒരു പ്രസ്ഥാനത്തെ വളർത്താൻ, അള്ളാഹുവിൻ്റെ മതം ഈ ലോകത്ത് നിലനിർത്താൻ വ്യക്തികളും സമൂഹവും ചിലപ്പോഴൊക്കെ ചില ഉപായങ്ങൾ സ്വീകരിക്കേണ്ടി വരും. അത് തവക്കുലിന് എതിരല്ല. രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ വീട്ടിൻ്റെ വാതിലടക്കേണ്ടതാണ്, സാക്ഷിയിടേണ്ടതാണ്. ബിസ്മി ചൊല്ലിയാൽ ഭയപ്പെടേണ്ടതില്ല എന്നു പറഞ്ഞ് ആരും കതക് മലർത്തിയിടരുത്. ബിസ്മി ചൊല്ലുകയും വേണം, വാതിലടക്കുകയും വേണം. ഈ ഒരു വലിയ പാഠം അള്ളാഹു വിശുദ്ധ വചനത്തിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്നിട്ട് പറയുന്നു, ഇന്നഹും മിൻ യൽഹറു അലൈക്കും യർജുമുക്കും ഔ യുഈദുക്കും ഫീ മില്ലത്തിഹിം വലൻ തുഫ്ലിഹു ഇദൻ അബദാ. ഈ ഭക്ഷണം വാങ്ങാൻ വേണ്ടി നാണയത്തുട്ടുമായി അങ്ങാടിയിലേക്ക് പുറപ്പെടുമ്പോൾ നിന്റെ നാടും സ്വഭാവവും അവർക്ക് മനസ്സിലായാൽ നമ്മെ മുഴുവനും അവർ എറിഞ്ഞു കൊന്നുകളയും നാട്ടുകാർ. കാരണം ഭരണവുമായി ബന്ധപ്പെട്ട് രാജാവിൻ്റെ പോലീസും പട്ടാളവും ഇവിടെയെല്ലാം ഉണ്ടാകുമല്ലോ. സുബ്ഹാനല്ലാഹ്. ഇതെല്ലാം പറയുമ്പോൾ ഇവരുടെ വിചാരം ആ പഴയ നാടാണ്, ആ പഴയ കാലമാണ്. പക്ഷേ സംഭവം അവിടെയൊന്നുമല്ലല്ലോ ഉള്ളത്. കൊല്ലം എത്രയോ കഴിഞ്ഞു. ആ കടയിൽ കയറി സാധനങ്ങൾ വാങ്ങാൻ പോയപ്പോൾ, ആ നാണയവുമായി ഹോട്ടലിലേക്ക് കയറിയപ്പോൾ, ആ നാണയം കണ്ടപ്പോൾ തന്നെ ആ ഹോട്ടലിലുള്ള ആൾ ഭക്ഷണം നൽകുന്നതിന് പകരം ആ നാണയം പരിശോധിക്കുകയാണ്. ഇതേത് കാലത്തെ നാണയമാണ്? ഞാൻ ചോദിക്കട്ടെ, ഇന്ന് കൊണ്ടോട്ടിയിലുള്ളൊരു സഹോദരൻ ഒരു വസ്തു വാങ്ങാൻ വേണ്ടി കടയിൽ പോയപ്പോൾ 300 കൊല്ലം മുമ്പുള്ളൊരു നാണയം കടയിൽ കൊടുത്ത് പഴമോ മറ്റു സാധനമോ വാങ്ങാൻ ശ്രമിച്ചാൽ ഉറപ്പാണ് ഒന്നുകിൽ നമ്മെ പറ്റി വിരിക്കും ഭ്രാന്തന്മാർ ആണ് എന്ന്, അല്ലെങ്കിൽ പറയും കൃത്രിമം നടത്തി ആളെ പറ്റിക്കാൻ വന്നതാണ്. ഇതുപോലെ സ്വാഭാവികമായി സംശയം വന്നു. ഈ നാണയം കൊടുക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ വിചാരം, ഇന്നലെ ഒരു ദിവസമല്ലേ ഗുഹയിൽ ഉറങ്ങിയിട്ടുള്ളൂ, നാണയം മാറാനും കറൻസി മാറാനൊന്നും സമയമായിട്ടില്ലല്ലോ. പക്ഷെ 300 കൊല്ലം മുമ്പുള്ള രാജാവിൻ്റെ തലയാണ്, ആ രാജാവിൻ്റെ അടയാളമാണ്, മുദ്രണമാണ് ആ നാണയത്തിൻ്റെ ഒരു പുറത്തുള്ളത്. അതങ്ങ് കണ്ടപ്പോൾ ആ ഭക്ഷണത്തിൻ്റെ ഉടമ ഭക്ഷണം നൽകുന്നില്ല. പിന്നെ അന്വേഷണമായി, നിങ്ങൾ എവിടെയാണ്, നിങ്ങൾ ആരാണ്? ആൾക്കൂട്ടമായി വിഷയം പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. ജോർദാനിൽ നിലകൊള്ളുന്ന ആ ഗുഹ ഇന്നും അതിൻ്റെ ചില അടയാളങ്ങൾ അവിടെ അവശേഷിക്കുന്നു. തുർക്കിയുടെ വടക്കു ഭാഗത്തുള്ള ജോർദാൻ, ആ ജോർദാനിലാണ് ഈ ഗുഹയുള്ളത്. ആ ഗുഹയുടെ അടുത്തേക്ക് ആളുകൾ ചെന്നു വരുന്നു. അള്ളാഹു അവന്റെ പരിശുദ്ധ ഖുർആനിൽ ഈ കഥകളെല്ലാം പറയുന്നു.
എത്ര ആളുകളാണെന്ന എണ്ണത്തിനല്ല പ്രാധാന്യം, വിഷയം വളരെ ഗൗരവമുള്ള വിഷയമാണ്. വകദാലിക അയസർനാ അലൈഹിം ലിയഅലമു അന്ന വഅദല്ലാഹി ഹഖ് വഅന്ന الساعة لا ريب فيها إذ يتنازعون بينهم أمرهم فقالوا بنوا عليهم بنيانا ربهم أعلم بهم قال الذين غلبوا على أمرهم لنتخذن عليهم مسجدا. ആൾക്കൂട്ടമായി ആളുകൾ ഇങ്ങനെ നോക്കി അത്ഭുതപ്പെടാൻ തുടങ്ങി. എന്താണ് സംഭവം? ആരാണിത്? ഈ നാട്ടിലും ഈ കാലഘട്ടത്തിലും ഒന്നും ഇല്ലാത്ത ആളുകളാണ്. കണ്ടാൽ അറിയാമല്ലോ അവരെ വേഷവും. ഒരു വർഷം മുമ്പ് അടിച്ച കുപ്പായവും ഇപ്പൊ തയ്ച്ച കുപ്പായവും വേർതിരിച്ചറിയാൻ സാധിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഒരാൾ ഉപയോഗിക്കുന്ന മൊബൈൽ നോക്കിയിട്ട് പോലും വേണം പറയാ ഇയാൾ പഴയ ആളോ പുതിയ ആളോ ഏത് നാട്ടുകാരനാണ് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള പ്രയാസവുമില്ല. എയർപോർട്ടിന്റെ പരിസരത്ത് കൂടുന്ന ആളാണെങ്കിൽ ഈ സെറ്റ് ചെയ്താലും ഇയാളെ പാടില്ല. മിക്കവാറും ഇയാള് വേറെ ഏതോ നാട്ടുകാരനാണെന്ന് വിധിക്കാൻ വരെ സാധിക്കുന്ന അവസ്ഥയിലാണ് നമ്മളുള്ളത്. എങ്കിലും 300 കൊല്ലം മുമ്പുള്ള ആളെ വേഷവും അയാളെ താടിയുടെയും മുടിയുടെയും രൂപവുമെല്ലാം വിലയിരുത്തിയാൽ കാര്യം വേഗം ഓടി എല്ലാവരും കൂടി ആള് വിഷയത്തെപ്പറ്റി ചർച്ചയായപ്പോൾ ആ ചർച്ചയിൽ പലരും പങ്കെടുക്കുകയാണ്. അവിടെ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന നല്ല ആളുകളുണ്ട്. അവരെല്ലാം ഒരുമിച്ച് കൂടുമ്പോൾ ഈ ചർച്ച ഇവിടെ വളരെ വ്യക്തമായി ചർച്ച ഇവിടെ നടക്കണം. ഈ ചർച്ച കൊണ്ട് വേറൊരു ഗുണമുണ്ട്. ആ ഗുണമേതാണ്? ലിയഅലമൂ അന്ന വഅദല്ലാഹി ഹഖ്ഖുൻ വഅന്ന الساعة لا ريب فيها. ഈ ലോകത്തിനൊരു അന്ത്യനാഴികമണിയുണ്ട്. ഈ ലോകത്തിനൊരവസാനമുണ്ട്. ഒരു ബെല്ലടിക്കുന്ന സമയമുണ്ട്. വാച്ചുകൾ നിന്നു പോകുന്ന സമയം. യസ്അലൂനക അനിസ്സാഅതി يسألك الناس عن الساعة قل إنما علمها عند الله وما يدريك لعل الساعة تكون قريبا. يسألك الناس عن الساعة. അന്ത്യദിനത്തെപ്പറ്റി ആളുകൾ ചോദിക്കും. ആ അന്ത്യദിനം അവസാനത്തെ മണി. പിന്നെ വാച്ച് നടക്കുമോ ഇല്ലേ? ഖിയാമത്ത് നാളിന്റെ സൈറൻ ഇസ്രാഫീൽ അലൈഹിസ്സലാം മുഴക്കിയാൽ വാച്ച് നിന്നു പോകുമോ ഇല്ലേ? തീർച്ചയാണ് വാച്ച് നിന്നു പോകും. അതെങ്ങനെ? ഓട്ടോമാറ്റിക് വാച്ചും ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന വാച്ചും ഒക്കെ നിന്നു പോകും. കാരണം ഈ വാച്ച്, ഈ യന്ത്രം എല്ലാം ഇവിടെ വർക്ക് ചെയ്യണമെങ്കിൽ വായുവിന്റെ സഹായം ആവശ്യമാണ്. വായുവിന്റെ ക്രമങ്ങളൊക്കെ അങ്ങോട്ട് തെറ്റുകയാണ്. തെറ്റുന്നതോടെ അന്ത്യനാഴിക മണി നടക്കുകയാണ്. അതോടുകൂടി കഴിഞ്ഞവരൊക്കെ എഴുന്നേൽക്കുകയാണ്. കുറെ കൊല്ലം മുമ്പ് മരിച്ച ആളുകളൊക്കെ എഴുന്നേൽക്കുമോ എന്നൊരു സംശയമുണ്ടല്ലേ? ആ സംശയത്തിന് തെളിവിത ഈ 7 ആളുകളോടൊപ്പം ജീവിച്ചിരുന്നു. ഇവരെ ബാപ്പമാരെവിടെ? ഇവരെ ഉമ്മമാരെവിടെ? ഇവരെ ചേട്ടന്മാരെവിടെ? അവരൊക്കെ ഖബറുകളിലാണ്. ഇവര് മാത്രം ബാക്കിയായതെങ്ങനെ? അത് ചിന്തിക്കേണ്ട വിഷയമാണ്. റബ്ബിന്റെ ഖുദ്റത്ത് തന്നെയാണ്. ആ ഖുദ്റത്ത് പിൽക്കാലത്തുള്ള ജനങ്ങൾക്ക് അറിയാനും ഈ വ്യക്തികളുടെ ചരിത്രം ബോധ്യപ്പെടാനും മുഅ്മിനീങ്ങളായ ആളുകൾ അഭിപ്രായം പറയുകയാണ്. ലനത്തഖിദന്ന അലൈഹിം മസ്ജിദാ. ഇവരുടെ ഖബറിന്റെ സമീപത്ത് നമുക്കൊരു പള്ളി ഉണ്ടാക്കാം. വിശ്വാസികൾ തീരുമാനിച്ചു. അങ്ങനെ ഒരു പള്ളി അവിടെ ഉണ്ടാക്കുകയും ചെയ്തു. ഖബറിന്റെ സമീപത്ത് പള്ളി ഉണ്ടാക്കൽ ഇസ്ലാം അനുവദിച്ചതാണ്. പള്ളിയുടെ സമീപത്ത് ഖബറുണ്ടാവൽ ഇസ്ലാം അനുവദിച്ചതാണ്. അതിന്റെ ഏറ്റവും വലിയ തെളിവ് റൗള ഷരീഫാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗള. അവിടെ പോകാൻ, അവിടെ എത്രയോ തവണ പോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ചിന്തിക്കൂ, ഖബറിന്റെ സമീപത്ത് പള്ളി ഉണ്ടാക്കൽ, ഖബറുമായി ബന്ധപ്പെട്ട് പള്ളി പണിയൽ അത് തെറ്റാണ് എന്നും അത് അനാവശ്യമാണെന്നും പറയുന്നവർക്ക് മറുപടി സൂറത്തുൽ കഹ്ഫിൽ തന്നെ അള്ളാഹു പറയുകയാണ്. എല്ലാ വെള്ളിയാഴ്ചയും ഓതുന്ന ഖുർആനിലാണ് നമ്മൾ ഈ വായിക്കുന്നത്. ലനത്തഖിദന്ന അലൈഹിം മസ്ജിദാ. നമുക്കിവിടെ ഒരു പള്ളി ഉണ്ടാക്കാം. ആ പള്ളി അവിടെ പണിതു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ വിശ്വാസികൾ കുറെ കാലം അവിടെ താമസിച്ചു. അതിൽ നിന്ന് കുറെ ആളുകൾ മുഅ്മിനീങ്ങളായി മാറി. അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ സന്ദേശങ്ങൾക്ക് ഉറപ്പ് കിട്ടാൻ വേണ്ടി അവൻ ലോകത്ത് കാണിക്കുന്ന ചില അത്ഭുതങ്ങളിൽപ്പെട്ട ഒരത്ഭുതമാണ് സൂറത്തുൽ കഹ്ഫിലെ ഈ ചർച്ച. ഞാൻ പറഞ്ഞു വരുന്നത്,
ഈ സൂറത്തുൽ കഹ്ഫ് അടക്കമുള്ള വിശുദ്ധ ഖുർആന്റെ പാഠങ്ങൾ വായിക്കുമ്പോൾ ആ പാഠങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് അച്ചടക്കത്തിന്റെ ഗുണപാഠങ്ങളാണ്. ഖുർആൻ മുഴുക്ക നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുക അച്ചടക്കത്തിന്റെ ഗുണപാഠങ്ങളാണ്. അനുസരണത്തിന്റെ പാഠങ്ങൾ, അനുസരിച്ചവരുടെ കുറേ പാഠങ്ങൾ, അനുസരിക്കാത്തവരുടെ കുറേ പാഠങ്ങൾ, അത് രണ്ടും പ്രവാചകന്മാർ വിവരിക്കുകയാണ്. ആരാണോ അച്ചടക്കത്തോടെ ജീവിച്ച മഹാന്മാരെ പിൻപറ്റുന്നത് അവർക്ക് വിജയമുണ്ട്. ആരാണോ ധിക്കാരികളുടെ വഴി തേടുന്നത് അവർക്ക് നാശമുണ്ട്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജിഅൽ കൈദഹും ഫീ തദ്ലീൽ. അച്ചടക്കമില്ലാത്ത കാരണത്തിന്റെ പേരിൽ ഒരു സമൂഹം നശിച്ചതിന്റെ വളരെ വ്യക്തമായ ഉദാഹരണമാണ്. നമ്മൾ റമദാനിൽ തറാവിയിലൊക്കെ അതിങ്ങനെ ചൊല്ലാറുണ്ട്, കേൾക്കാറുണ്ട്. നമ്മളൊക്കെ ആ മനസ്സിൽ ആ സമയത്തും ആലോചിക്കുക, ഇതിനേക്കാൾ ചെറിയ സൂറത്ത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഉസ്താദെ ഒന്ന് രക്ഷപ്പെടുത്തണം എന്ന ചിന്തയാണ് പലർക്കും ഉണ്ടാവാറുള്ളത്. ഏറ്റവും അവസാനം ഇന്നായത്തയിനാക്ക, ശരി ഇതുപോലെ എല്ലാ സൂറത്തും ആയാൽ വളരെ ഭംഗിയായിരുന്നു. റബ്ബേ, ചെറിയതായാലും വലിയതായാലും ഖുർആനിൽ അച്ചടക്ക പാഠങ്ങളാണ്, കംപ്ലീറ്റ് അച്ചടക്കങ്ങളാണ്. അതെല്ലാം മനസ്സിരുത്തിങ്ങനെ കേട്ടാൽ ഈമാനിങ്ങനെ വർദ്ധിക്കും. അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം പോലെ അസ്ഹാബുൽ ഫീലിന്റെ കഥയാണ്. അബ്രഹത്തും പട്ടാളവും കഅബ ശരീഫ് പൊളിക്കാൻ വേണ്ടി വന്ന കഥയാണ്. പൊളിക്കാൻ വന്നവരെ അല്ലാഹ് നശിപ്പിച്ചു. അതിന്റെ തൊട്ട് താഴെയുള്ള സൂറത്ത് അറഅയ്തല്ലദി, അതിന്റെ താഴെ ലീലാഫി ഖുറൈശിൻ ഈലാഫിഹിം റിഹിലത്ത ശിതാഇ വസ്വൈഫ്, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന്റെ, ആ നബിയുടെ ഉപ്പാപ്പമാരുടെ അച്ചടക്കം വിവരിക്കുന്ന അധ്യായമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപ്പാപ്പമാർ, നബി അള്ളാഹു തെരഞ്ഞെടുത്തത് ഏറ്റവും നല്ല ഉൽപ്പത്തിൽ നിന്നാണ്, ഏറ്റവും നല്ല കുടുംബത്തിൽ നിന്നാണ്. അബൂനാ ഖുസയ്യുൻ കാന യുദ്ആ മുജമ്മിഅ ബിഹി ജമഅ അല്ലാഹുൽ ഖബായില മിൻ ഫിഹ്രി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം ഖുറൈശികൾ എന്ന് പറയുന്ന വിഭാഗം തന്നെ ലോകത്ത് വളരെ അച്ചടക്കമുള്ള ഒരു ടീമായിരുന്നു. മര്യാദയുള്ളവരായിരുന്നു, പരിഗണിക്കേണ്ടവരെ പരിഗണിക്കുന്നവരായിരുന്നു, പാവങ്ങൾക്ക് വലിയ ഗുണം ചെയ്യുന്ന ആളുകളായിരുന്നു ഖുറൈശികൾ. പക്ഷേ കാലത്തിന്റെ കടന്നാക്രമണം കൊണ്ടും പരിസരങ്ങളിലുള്ള പല സംസ്കാരങ്ങളുടെ അധിനിവേശം കൊണ്ടും ഖുറൈശികൾക്ക് ചില ക്ഷതം സംഭവിച്ച ഘട്ടത്തിലാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു വിശുദ്ധ ഖുർആൻ അവതരിച്ച് അവരെ സംസ്കരിക്കുന്നത്. അബ്ദുൽ മുത്തലിബ്, അബ്ദുള്ള, ഇവരൊക്കെ വലിയ മാന്യന്മാരായിരുന്നു. ഏതെങ്കിലും ഒരു പ്രവാചകന്റെ ദൗത്യം അവർക്ക് പ്രത്യേകമായി വരാത്തതുകൊണ്ട് അവർ മുസ്ലിം ആവുക എന്ന സംഭവത്തിനവിടെ പ്രസക്തിയില്ല എന്ന് മാത്രം. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു 20 വലിയാപ്പമാരുടെ പേരൊക്കെ നമ്മൾ പഠിച്ചു വെക്കൽ നിർബന്ധമാണ്. അതിൽപ്പെട്ട ഒരു ഉപ്പാന്റെ കഥ, അബൂനാ ഖുസയ്യുൻ കാന യുദ്ആ മുജമ്മിഅ ബിഹി ജമഅ അല്ലാഹുൽ ഖബായില മിൻ ഫിഹ്രി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലിയുപ്പയായ ഖുസയ്യ്, ആ ഖുസയ്യിന്റെ പണി എന്താണെന്നറിയാമോ? അദ്ദേഹം മുജമ്മിഅ ആയിരുന്നു. ജനങ്ങളുടെ യോഗം വിളിച്ചുകൂട്ടി ആളുകളെ മുഴുവനും സംഘടിപ്പിക്കുന്ന ആളായിരുന്നു. ആ ഗുണം നബിക്കുള്ളത് കൊണ്ട് തന്നെ, ആ പൈതൃകമായ ഗുണം നബിക്കുള്ളത് കൊണ്ട് തന്നെ നബിയുടെ ജീവിതത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ ജനങ്ങളെ ഇങ്ങനെ വിളിച്ചുകൂട്ടി അവർക്കിങ്ങനെ ഉപദേശിക്കുന്ന പണിയാണല്ലോ നബിയുടെ പണി. അതുപോലെ നബിയുടെ മറ്റൊരു വലിയാപ്പയായ ഹാഷിം, ആ ഹാഷിമിന്റെ ചരിത്രം നോക്കിയാൽ കാണാം. ഹാഷിം ആരാണ്? അദ്ദേഹമാണ് അറേബ്യയിൽ നിന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ഹിജറ പോകാൻ തുടങ്ങിയത്. ഈ കാണുന്ന ഈ കേരളത്തിലേക്ക് ആദ്യമായി കടന്നു വന്നത് അറബികളാണ്. ഇംഗ്ലീഷുകാർ വരുന്നതിന് മുൻപ്, മംഗോളിയർ വരുന്നതിന് മുൻപ് ഈ കേരളത്തിലേക്ക് ആദ്യമായി വന്നത് അറബികളാണ്. അതുകൊണ്ടാണ് കോഴിക്കോട്ട് താനൊരു തിരൂര് ഭാഗത്തൂടെ കടന്നു പോകുന്ന ആ കടലിന്റെ പേര് മലയാളിക്കടൽ എന്നല്ല, പിന്നെ അറബിക്കടലാണ്. അറബിക്കടൽ എന്ന് പേര് കിട്ടാൻ കാരണം ആ കടലിന്റെ ഇക്കരയുള്ള മലയാളി അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് അക്കരെയുള്ള അറബികൾ ഇങ്ങോട്ട് യാത്ര ചെയ്യാൻ തുടങ്ങിയത് കൊണ്ടാണ്.
നമ്മൾ ആദ്യം യാത്ര ചെയ്തിരുന്നുവെങ്കിൽ ആ പേര് നമുക്ക് ലഭിക്കുമായിരുന്നു. മലയാളിക്കടൽ, ഇന്ത്യൻ കടൽ. ഇന്ത്യൻ കടൽ എന്ന പേരിൽ വേറൊന്നുണ്ട്. ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് ഇന്ത്യൻ സീ എന്ന കടൽ വേറെയുണ്ട്. പടിഞ്ഞാറ് ഭാഗത്ത്, കേരളത്തിന്റെ പടിഞ്ഞാറ് കൂടെ ചേർന്ന് നിൽക്കുന്ന ആ കടലിന്റെ പേര് അറബിക്കടൽ എന്നാണ്. ആ പേര് കിട്ടാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുറൈശ് കുടുംബത്തിന്റെ ആ പരമ്പരയിൽ നാം കാണുന്ന ഹാഷിമാണ് ആദ്യമായി അറേബ്യയിൽ നിന്ന് പുറനാട്ടിലൊക്കെ പോകാൻ തുടങ്ങിയത്. അങ്ങനെ വിവിധ നാടുകളിലുള്ള ജനങ്ങളെ കാണുകയും അവരെ നല്ല സ്വഭാവങ്ങളൊക്കെ പകർത്തുകയും ഉൾക്കൊള്ളുകയും ചെയ്ത ഖുറൈശികളുടെ കഥയാണ്, അവരുടെ ചരിത്രമാണ്. ലീലാഫി ഖുറൈശിൻ ഇലാഫിഹിം റിഹ്ലത്തശ്ശിതാഇ വസ്സൈഫ് എന്ന അധ്യായത്തിൽ പറയുന്നത്. അതിന്റെ തൊട്ട് താഴെയുള്ള സൂറത്ത് നോക്കൂ. അവിടെയും കാണുന്നത് അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദ്ഉൽ യതീമ വലാ യഹുല്ലു അലാ ത്വആമിൽ മിസ്കീൻ. പരിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം. ആ അധ്യായത്തിന്റെ ആദ്യത്തെ 3 ആയത്തുകൾ മക്കയിൽ അവതരിച്ചു, പിന്നെ ബാക്കിയുള്ളത് മദീനയിലും അവതരിച്ചു. ആ അധ്യായമാണ് സൂറത്തുൽ മാഊൻ. സൂറത്തുൽ മാഊന്റെ പകുതി മക്കത്തും പകുതി മദീനത്തുമാണ് അവതരിച്ചത്. ആ അധ്യായത്തിലുള്ളത് യത്തീമിനെ പരിഗണിക്കാതെ ഒരു നേരത്തെ ആഹാരം വേണമെന്നാവശ്യപ്പെട്ട് തന്റെ സമീപത്തേക്ക് കടന്നു വന്ന പാവപ്പെട്ട യത്തീമിനെ അടിച്ച് ഓടിച്ച ഒരു ധിക്കാരിയുടെ കഥയാണ്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. അബൂജഹലിനെ പറ്റി നബിയെ നിങ്ങൾ കാണുന്നില്ലേ? അവന്റെ സ്വഭാവം എന്താണ്? പാവപ്പെട്ടവൻ കടന്നു വരുമ്പോൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കൈനീട്ടി വരുന്ന ആളെ അടിച്ചോടിക്കുന്ന ഏറ്റവും വലിയ തോന്നിയാസിയാണവൻ. അപ്പോൾ അനുസരിക്കേണ്ട കാര്യങ്ങൾ അനുസരിക്കാതെ അച്ചടക്കമില്ലാതെ ജീവിച്ചവരുടെ കഥകളാണ് ഈ സൂറത്തിൽ പറയുന്നത് എങ്കിൽ അതിൻ്റെ തൊട്ടു താഴെ ഇന്നാ അഅ്തൈനാക്കൽ കൗസർ എന്ന അധ്യായത്തിലോ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അങ്ങേയറ്റത്തെ അനുസരണത്തിന് മാർക്കിട്ടുകൊണ്ട് അള്ളാഹു പറയുകയാണ്, ഓ നബിയേ, നിങ്ങൾ ബേജാറാവണ്ട, നിങ്ങൾ വല്ലാതെ ക്ഷമിക്കുന്ന ആളാണ്, നിങ്ങൾ റബ്ബിന്റെ കൽപ്പന അംഗീകരിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയൊരു സമ്മാനം ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്, വലിയൊരു സമ്മാനം നിങ്ങൾക്ക് തരാൻ പോകുന്നുണ്ട്. അതിന്റെ വാഗ്ദത്തം ഇതാ നടത്തിയിരിക്കുന്നു. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ. ഹൗദുൽ കൗസറിന് നിങ്ങൾക്ക് നാം നൽകി. ഇതിന് ധാരാളം അർത്ഥങ്ങളുള്ള വചനമാണ്. വേറൊരു വ്യാഖ്യാനത്തിൽ നിങ്ങൾക്ക് ധാരാളം അനുയായികളെ നാം നൽകി. ഇബ്രാഹിം എന്ന കുട്ടി മരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു. ആ വേദനിച്ച് നിൽക്കുന്ന സമയം സഹോദരന്മാരെ, ഒരു കുട്ടി മരിച്ചാലുള്ള വേദന കുട്ടി മരിച്ചവർക്കേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ, അല്ലാത്ത ആളുകൾക്ക് അത് അറിയാൻ കഴിയുകയില്ലല്ലോ. 17 മാസം പ്രായമുള്ള ചെറിയ കുഞ്ഞ്, ആ കുട്ടി അതാ ലോകത്തോട് വിട പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെ വേദന തോന്നി. നല്ല തടിച്ച് ചെമന്ന കുട്ടി, റസൂലുള്ളാഹിന്റെ കുട്ടിയല്ലേ, നല്ല ഭംഗിയുള്ള കുട്ടി. ആ കുട്ടിയുടെ ഉമ്മയാവട്ടെ മിസ്രിയാണ്, മാരിയത്തുൽ ഖിബ്തിയ. അൽ ഖിബ്ത്, അൽ ജിബ്ത്, ഈജിപ്താണ്. ഖിബ്ത് എന്ന് പറഞ്ഞാൽ ജിപ്താണ്. ഇംഗ്ലീഷിലെ ജി എന്നത്, ഇംഗ്ലീഷിൽ ജി എന്നുച്ചരിക്കുന്നത് മലയാളത്തിൽ ചിലപ്പോൾ ഗ എന്ന് വായിക്കാറുണ്ട്. ഗോ, ജി ഓ എന്ന് നമ്മൾ പറഞ്ഞാൽ ഗോ എന്ന് വായിക്കും, ജോ എന്ന് എഴുതും. അപ്പൊ ഈ ജിപ്തും ഈ ഗിപ്തും ഇൽ ഖിബ്തും അങ്ങനെയാണ്. മാരിയത്തുൽ ഖിബ്തിയ, മാരിയത്ത് അൽ ഈജിപ്തിയ, മാരിയ അൽ മിസ്രിയ. മിസ്റിൽ ഉള്ള പെണ്ണിനെ ആ പെണ്ണിനെ കല്യാണം കഴിച്ചു, അതിലുണ്ടായ കുട്ടിയാണ്. നല്ല ഭംഗിയുള്ള ബാലൻ. ആ കുട്ടി അങ്ങ് മരിക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ അനുസരണം കാണേണ്ടത്, നമ്മുടെ അച്ചടക്കം കാണേണ്ടത്. പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ എല്ലാവരും നല്ലവരാണ്. ഒരു പ്രശ്നമില്ലെങ്കിൽ എല്ലാവരും നല്ലവരാണ്. ആരാ മോശം? ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ആരാണ് മോശക്കാർ? എല്ലാവരും നല്ലവരാണ്. ആഹാരം കിട്ടുന്ന, ജോലിയുണ്ട്, ശമ്പളമുണ്ട്, ആരോഗ്യമുണ്ട്, പിന്നെ അത്യാവശ്യം സ്വാധീനമുണ്ട്. ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ പറ്റി അന്വേഷിച്ച് നോക്കൂ. എന്തോ അച്ചടക്കത്തിന് എന്താ കുറവുണ്ടോ? ഇല്ല.
അനുസരണത്തിന് കേടുണ്ടോ? പള്ളിയിൽ വരും, നിസ്കരിക്കും, നോമ്പുണ്ട്, നോമ്പ് തുറപ്പിക്കുന്നുണ്ട്, സംഭാവനകൾ നൽകുന്നുണ്ട്, വളരെ മാന്യമായി തന്നെയല്ലേ അയാൾ ജീവിക്കുന്നത്. അതൊരു പുതുമുള്ള കാര്യമല്ല. എന്നാൽ എവിടെയെങ്കിലും ഒരു ക്ഷീണം സംഭവിച്ചു, ആരോഗ്യത്തിന് ക്ഷീണം സംഭവിച്ചു, കുടുംബത്തിലൊരു കുട്ടി മരണപ്പെട്ടു, അത്തരം ഘട്ടങ്ങളിലാണ് മനുഷ്യന്റെ അച്ചടക്കവും അനുസരണവും പരീക്ഷിക്കപ്പെടുന്നത്. അവിടെ ആരാണോ പിടിച്ചു നിൽക്കുന്നത് അവനാണ് ഏറ്റവും നല്ല മനുഷ്യൻ. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം എവിടെ രോഗമുണ്ടായാലും നബി തങ്ങൾ പോകും. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദുൽ ഗസാലി തങ്ങൾ പറഞ്ഞു, ഒരാൾക്ക് രോഗമായാൽ 3 മൈൽ നടക്കേണ്ടി വന്നാൽ അത്രയും നടന്ന് നീ രോഗം സന്ദർശിക്കണം. മർഹൂം ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു വലിയ പണ്ഡിതനാണ്. ഇന്ന് കേരളത്തിൽ ജീവിക്കുന്ന നിരവധി ആലിമീങ്ങളുടെ ഉസ്താദാണ്. ആ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മരണത്തിന്റെ ദിവസം ഒരു ബന്ദായിരുന്നു അത്രേ. ആ ബന്ദിന്റെ ദിവസമായതുകൊണ്ട് ആ മയ്യിത്ത് സംസ്കരണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അന്നത്തെ ആലിമീങ്ങളും മുഅ്മിനീങ്ങളും ധാരാളം മൈലുകൾ ചുറ്റി അവരിങ്ങനെ താണ്ടി നടക്കുകയാണ്. മർഹൂം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാരെ ജനാസയിൽ പങ്കെടുക്കാൻ വേണ്ടി 15 കിലോമീറ്റർ നടന്നു എന്ന് ചില ആളുകൾ പറയാറുണ്ട്. അത് തങ്ങൾ നടന്നതുകൊണ്ടാണ് നോട്ട് ചെയ്തത്. തങ്ങളെക്കാൾ കൂടുതൽ നടന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ ആ കാലത്തുണ്ടായിട്ടുണ്ടാകും. അതൊന്നും ആരും അറിയാൻ പോകുന്നില്ല. തങ്ങളും വലിയ നേതാവും ഒക്കെ ആവുമ്പോൾ അവരിങ്ങനെ വരുമ്പോൾ എങ്ങനെ ഇവിടെ എത്തി? നടന്നു വന്നതാ. അയാളെക്കാൾ നടന്ന വേറൊരു മുഅ്മിനായ മനുഷ്യൻ മുന്നിലും പിന്നിലും ഉണ്ട്. പക്ഷെ അയാളോട് ആരോ ചോദിച്ചോ നിങ്ങളെങ്ങനെ ഇവിടെ എത്തി? ആരും ചോദിക്കൂല. അപ്പൊ ഞാൻ തങ്ങളെ നമ്മൾ അറിയപ്പെട്ടത് കൊണ്ട് പറഞ്ഞു, തങ്ങളല്ലാത്ത നിരവധി ആളുകൾ മുഅ്മിനീങ്ങൾ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാരുടെ ജനാസ സംസ്കരണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മൈലുകൾ നടക്കുക. എന്താ അതിന്റെ കാരണം? എല്ലാം പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ അനുസരണത്തിന്റെ തോത് വെളിച്ചത്ത് വരിക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം എവിടെയെങ്കിലും ഒരു രോഗമുണ്ടായാൽ ആ രോഗമുള്ള സ്ഥലത്ത് നബി എത്തും. ചെങ്കണ്ണ് രോഗം ആയാൽ പോലും കാണാൻ പോകും. മരണമുണ്ടായാലും പോകും. രാത്രിയിൽ മരിച്ചാൽ എന്നെ വിവരമറിയിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് മയ്യിത്തിന്റെ ബന്ധുക്കളോട് പറയും. പക്ഷേ മദീനത്തെ ചില ആളുകൾ രാത്രിയിൽ നബി തങ്ങളെ അറിയിക്കുകയില്ല. കാരണം നബിയോടുള്ള സ്നേഹമാണ്. അവർ പറയും റസൂലുള്ളാഹിനെ നമ്മളിപ്പോൾ അറിയിക്കണ്ട, അറിയിച്ചാൽ രാത്രിയിൽ തന്നെ ഈ വിഷമുള്ള സമയത്ത് അവിടുന്ന് പുറപ്പെടും, അത് ബുദ്ധിമുട്ടാണല്ലോ, അതുകൊണ്ട് അറിയിക്കണ്ട. രാത്രിയിൽ തന്നെ മയ്യത്ത് മറവ് ചെയ്തു. പിറ്റേന്നു കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മയ്യത്തിനെ മറവ് ചെയ്ത ഖബറിന്റെ സമീപത്തേക്ക് പുറപ്പെടുന്നു. സഹീഹുൽ ബുഖാരിയിൽ കാണാം. ആരാ മരിച്ചത്? മരിച്ചത് പള്ളി തൂത്തുവാരുന്ന, പള്ളിക്ക് ഖിദ്മത്ത് ചെയ്യുന്ന ഒരു വ്യക്തി മരണപ്പെട്ടതാ. ആ വ്യക്തിക്ക് രോഗമായപ്പോൾ മരിച്ചാൽ അറിയിക്കണമെന്ന് നബി അറിയിച്ചിരുന്നുവെങ്കിലും സ്വഹാബത്ത് അറിയിക്കാതിരുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രാത്രിയിൽ വിഷമമാകുമെന്ന് കരുതിയിട്ടാണ്. അതിൽ അവർ കുറ്റക്കാരല്ല, അത് സ്നേഹമാണ്, അത് ബഹുമാനമാണ്. പിറ്റേന്ന് രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖബറിന്റെ അടുത്ത് പോയിട്ട് ആ ഖബർമേൽ വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന ഹാദിഹിൽ ഖുബൂറ മംലൂഅത്തുൻ ളുൽമത്തൻ അലാ അഹ്ലിഹാ. ഈ ഖബറിന്റെ ഉള്ളിൽ മുഴുവനും സ്വഹാബിമാരെ വലിയ ഇരുട്ടാണ്, വലിയ ഇരുട്ടാണ്. ഖബറിന്റെ ഉള്ളിൽ വലിയ ഇരുട്ടാണ്. ഫഇന്നല്ലാഹ യുനവ്വിറുഹാ ബിസ്വലാത്തി അലൈഹിം. ഇവർക്ക് വേണ്ടി ഞാൻ ദുആർന്നാൽ അല്ലാഹു അവരുടെ ഇരുട്ടിനെ വെളിച്ചമാക്കി കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ ഖബറിന്റെ പുറത്ത് വെച്ച് അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ എത്രത്തോളം അനുസരണം, വിധേയത്വം നമുക്കുണ്ടോ അതനുസരിച്ചാണ് നമ്മുടെ സന്തോഷവും വിജയവും പുരോഗതിയും. ശാന്തമായി ഒഴുകുന്ന ഘട്ടത്തിൽ നമ്മൾ അച്ചടക്കം തെളിയിക്കേണ്ടതില്ല. ഇസ്ലാമിക സമൂഹം എപ്പോഴും അച്ചടക്കമുള്ള ടീമാ. പള്ളിയിൽ ചെന്ന് നോക്കൂ, നമ്മുടെ അത്ര അച്ചടക്കം ആർക്കാണുള്ളത്? പള്ളിയിൽ ഒരു ബാങ്ക് വിളിക്കുന്നു,
അത് കഴിഞ്ഞ് ഇഖാമത്ത് വിളിക്കുന്നു. ഒക്കെ ടൈമാണ്, ടൈം ലിമിറ്റഡ്. 15 മിനിറ്റ് കഴിഞ്ഞ് ഇഖാമത്ത് കൊടുക്കുന്നു. റുബുഉ സാഅ, സുബഹ് നിസ്കാരത്തിന് അല്പം കൂടി സമയം അനുവദിക്കാം. മഗ്രിബിന് പരമാവധി 5 മിനിറ്റ്, ബാക്കിയുള്ള നിസ്കാരത്തിനൊക്കെ 15 മിനിറ്റ്. അതാണല്ലോ ഏറ്റവും അഫ്ളലായ രൂപം. അപ്പൊ ബാങ്ക് വിളിച്ചു പിന്നെ ഇഖാമത്ത് വിളിക്കുന്നു. ഇഖാമത്ത് വിളിക്കുമ്പോഴേക്ക് ഒരാൾ ഓട്ടോമാറ്റിക്കായി മിഹ്റാബിൽ വരുന്നു. ഇയാളെങ്ങനെ വിടെത്തി? അത് നേരത്തെ പ്ലാൻ ചെയ്തതാണ്. നേരത്തെ അവിടെ ഒരു പതിവ് ഇമാമുണ്ട്, അയാളാണ്. ആ ഇമാം അവിടെ എത്തുമ്പോഴേക്ക് ഇമാമിന്റെ നേരെ പിന്നിൽ ഒരു പണ്ഡിതൻ വന്നു നിൽക്കുന്നു. കാരണം അഥവാ ഇമാമിന്റെ വുളൂ പോയാൽ, ഇമാമിന് ബോധക്ഷയം സംഭവിച്ചാൽ ഉടൻ അങ്ങോട്ട് കയറാൻ ആൾ വേണം. ഇപ്പൊ ബസ്സിൽ ഡ്രൈവർ നേരെ പിന്നിൽ ഡ്രൈവിംഗ് അറിയാവുന്ന ഒരാൾ ഉണ്ടാവൽ നല്ലതാണ്. അറ്റാക്കൊക്കെ സംഭവിച്ചാൽ കയറി വിടാൻ പറ്റിയ ഒരാള്. അത് ഇതിൽ നിന്ന് പഠിക്കാവുന്ന മറ്റൊരു തത്വമാണ്. ഇമാമിന്റെ നേരെ പിന്നിൽ ഒരു പണ്ഡിതൻ, പണ്ഡിതനോ നിസ്കാരത്തിന്റെ ഷർത്തും ഫർളും അറിയുന്ന ഒരാൾ പിന്നിൽ. അത് കഴിഞ്ഞു പിന്നെ ഒരാൾ വലത്ത്, അടുത്ത ആൾ ഇടത്ത്, പിന്നെ വരുന്നവൻ വലത്ത്, പിന്നെ വരുന്നവൻ ഇടത്ത്, പിന്നെ വരുന്നവൻ വലത്ത്. അണി പൂർത്തിയായി. 2ാമത്തെ അണി, 3ാമത്തെ അണി. എത്ര അച്ചടക്ക! പരേഡ്, സ്വാതന്ത്ര്യദിനത്തിന്റെ അന്ന് പരേഡ്. മന്ത്രി വരുമ്പം പരേഡ് കൊടുക്കണമെങ്കിൽ അതിന്റെ തലേന്ന് ഒരു ട്രയൽ നടത്താറുണ്ട്. മുസ്ലിമീങ്ങൾക്ക് ട്രയലിന്റെ ആവശ്യമില്ല. വെള്ളിയാഴ്ച പള്ളിയില്ലതാ ഉച്ച സമയത്ത് മനുഷ്യന്മാര് ഒഴുകുന്നു പള്ളിയിലേക്ക്. പ്രസംഗം കേൾക്കാൻ പോവുകയല്ല. പ്രസംഗമാണെങ്കിൽ എന്ത് പ്രസംഗം? സുബ്ഹാനല്ലാഹ്, പ്രസംഗം കേൾക്കാനല്ല പോകുന്നത്. വെള്ളിയാഴ്ച പ്രസംഗത്തിന്റെ ദിവസമല്ല, പ്രാർത്ഥനയുടെ ദിവസമാണ്. ലോകത്തിന്റെ അന്ത്യം നടക്കുന്നത് വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് റബ്ബേ, ഇതുപോലൊരു വെള്ളിയാഴ്ച ഈ ലോകത്തോട് എല്ലാവർക്കും വിട പറഞ്ഞു പോകാനുണ്ട്. ഇന്നത്തെ ഈ ദിവസം ഞാനൊന്ന് പള്ളിയിൽ പോയി ഒന്ന് നന്നാകട്ടെ. വസിദ്നാഹും ഹുദാ വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമൂ ഫഖാലൂ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർള്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഉള്ളതിനേക്കാൾ ഒരു പടി ഈമാൻ ഈ വെള്ളിയാഴ്ച എനിക്ക് അധികം കിട്ടണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഓട്ടോമാറ്റിക്കായി ഓഫീസിലും അവിടെയും ഇവിടെയുള്ള ആളുകളൊക്കെ പള്ളിയിലേക്ക് നീങ്ങുകയാണ്. ഇത്രയധികം അച്ചടക്കമുള്ള ഒരു സമുദായത്തെ ലോകത്ത് വേറെ ആർക്കും വാർത്തെടുക്കാൻ കഴിഞ്ഞില്ല. ഇതിന്റെ എല്ലാ മഹത്വം നമ്മുടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുള്ളതാണ്. ആ നബിയാണ് ഈ അച്ചടക്കം മുഴുവനും ഉണ്ടാക്കുന്നത്. പക്ഷേ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ടങ്ങളായ യുവാക്കളെ, സഹോദരിമാരെ, ഇതെല്ലാം ശാന്തമായി പോകുമ്പോഴുള്ള അച്ചടക്കങ്ങളാണ്. ഇതൊക്കെ തകരാറാവൽ എപ്പോഴാണെന്നറിയാമോ? പ്രശ്നങ്ങൾ വരുമ്പോൾ, കൂട്ടിമുട്ടലുകൾ വരുമ്പോൾ, വ്യക്തി ജീവിതത്തിലെ, കുടുംബജീവിതത്തിലെ, സാമൂഹ്യ ജീവിതത്തിലെ, വ്യാപാര മേഖലയിലെ ബന്ധങ്ങൾ, ആ ബന്ധങ്ങളുമായി മെല്ലെ ഒരു മാറ്റുരച്ചു നോക്കുമ്പോൾ, അതുമായിട്ട് ഇടപെടുമ്പോഴാണ് നമ്മൾ ചിലപ്പോൾ അള്ളാഹു പഠിപ്പിച്ച നിയമത്തെ മറന്ന് മറ്റതിന്റെ പിന്നാലെ പോകുന്നത്. അതുവരെ റെഡിയാണ്, ഒരു പ്രശ്നവുമില്ല. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അള്ളാഹു അവരെ ബർക്കത്ത് കൊണ്ട് നമുക്ക് അങ്ങേയറ്റത്തെ അച്ചടക്കം പ്രദാനം ചെയ്യട്ടെ. എപ്പോഴും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ഉണ്ടാവും. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനെ അള്ളാഹുവിന്റെ ഹബീബായ നബി തെരഞ്ഞെടുത്തതാ. എപ്പോഴും ഒരു കൂട്ടുകാരൻ നമുക്കുണ്ടാകണം. നബിയുടെ ബ്രഷ് എപ്പോഴും അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. നബിയുടെ 2 ചെരുപ്പ് എപ്പോഴും ഇബ്നു മസ്ഊദ് ശ്രദ്ധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എവിടെയെങ്കിലും കയറിയാൽ ആ കയറുമ്പോഴേക്ക് ചെരുപ്പ് എടുത്ത് കൊണ്ടുപോയി വെച്ച് ആ സ്ഥലത്ത് സൂക്ഷിച്ച്, രണ്ടാമത് ഹബീബായ നബി ഇറങ്ങുമ്പോഴേക്ക് ആ ചെരുപ്പ് അവിടെ എത്തിച്ചു കൊടുത്തു. ഈ സാഹിബുന്നലൈനി, 2 ചെരുപ്പ്, നബിക്ക് ചെരുപ്പ് തുടച്ചു കൊടുക്കുന്ന സ്വഹാബിയായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഒരു ദിവസം ഇബ്നു മസ്ഊദ് അവിടുത്തോടൊപ്പം യാത്ര പുറപ്പെടുകയാണ്. യാത്ര പുറപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങോട്ടാണ്? ഇബ്നു മസ്ഊദ് അന്വേഷിച്ചു. ചിലപ്പോൾ നബി യാത്രയുടെ സ്ഥലം പറയൂല, ചിലപ്പോൾ പറയും. യാത്രയുടെ സ്ഥലം പറഞ്ഞപ്പോൾ ഇബ്നു മസ്ഊദിന് വലിയ താല്പര്യമായി. ഉസ്താദുമാരുടെ യാത്രാവേളയിൽ, പണ്ഡിതന്മാരുടെ യാത്രാവേളയിൽ, ബാപ്പയോടൊപ്പമുള്ള യാത്രാവേളയിൽ
മക്കൾ, ശിഷ്യന്മാർ വളരെയധികം അനുസരിക്കേണ്ടവരാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫ് ഇന്നും നാളെയുമായി അതിൻ്റെ പശ്ചാത്തലത്തിലുള്ള നമ്മുടെ പരിപാടി സമാപിക്കുന്നത് കൊണ്ട് ഒന്ന് ചെറിയൊരു ടച്ച് പോലും നടത്താൻ കഴിയാതെ വന്നതിൽ നിങ്ങൾക്ക് വിഷമമുണ്ട്, നിങ്ങളെക്കാൾ എനിക്കുമുണ്ട്. വഇദ് ഖാല മൂസാ ലിഫതാഹു ലാ അബ്റഹു ഹത്താ അബ്ലുഗ മജ്മഅൽ ബഹ്റൈനി ഔ അംളിയ ഹുഖബാ فلما بلغا مجمع بينهما نسيا حوتهما فاتخذ سبيله في البحر سربا. മൂസ അലൈഹിസ്സലാം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം യാത്ര പോയെങ്കിൽ ഖുർആനിൽ മറ്റൊരു യാത്ര, മൂസാ നബി അലൈഹിസ്സലാം അതാ ഒരു യാത്രക്ക് പുറപ്പെടുന്നു. ആ യാത്ര പുറപ്പെടുമ്പോൾ കൂടെ ഒരു യുവാവിനെയും കൊണ്ടുപോയി. ആ യുവാവിന്റെ പേര് യൂഷ എന്നാണ്. യൂഷ യാത്ര പുറപ്പെട്ടു. മൂസാ അലൈഹിസ്സലാമിന്റെ കൂടെ യൂഷയും പുറപ്പെടുന്ന സമയത്ത് മൂസാ അലൈഹിസ്സലാം യൂഷയോട് പറയുന്നു, മോനെ, ഒരു മത്സ്യം വേവിച്ച് ഒരു പാത്രത്തിലാക്കി നീ കയ്യിൽ വെക്കണം. അതെന്തിനാ? അത് നമുക്ക് ആവശ്യം വരും. ആ മത്സ്യം വല്ലത്തിൽ വെച്ച് അതാ യുവാവ് കയ്യിൽ പിടിച്ച് മൂസാ അലൈഹിസ്സലാമിന്റെ കൂടെ യാത്ര പോവുകയാണ്. കുറെ യാത്ര പോയി, നടന്ന് കുറെ നടന്നപ്പോൾ ഉസ്താദുമാരോടൊപ്പം കിതാബ് ഓതി പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ ചില ഘട്ടങ്ങളിൽ അവർ ചോദിക്കാറുണ്ട്, മുതവ്വലിൽ എത്താൻ, മുതവ്വൽ സനദ് ലഭിക്കാൻ, ഒരു പണ്ഡിതനാകാൻ, ഏതെങ്കിലും ഒരു ഉന്നത പഠനം ഉള്ള സ്ഥാപനത്തിലേക്ക് പ്രവേശനം കിട്ടി അവിടെ പഠിക്കാൻ, ഉസ്താദെ എന്നെ ഒന്ന് സമ്മതിക്കുവോ? ഉസ്താദ് പറയും, നീ ഇക്കൊല്ലവും കൂടി എൻ്റെ ദർസിൽ തന്നെ നിന്നോ, അല്ലെ 2 കൊല്ലം കഴിഞ്ഞ് പോകാം. കുട്ടി പറയുന്നു, എനിക്ക് വല്ലാത്ത ആശ പോകാൻ. ജീവിതത്തിൽ പല പ്രയാസങ്ങളുമുണ്ട്, കുടുംബത്തിൽ നോക്കാൻ ആരുമില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇക്കൊല്ലം തന്നെ എന്നെ പറഞ്ഞേക്കണം. ഉസ്താദ് പറയുന്നു, മോനെ, ഇക്കൊല്ലം നീ പോകണ്ട. വേറൊരു കുട്ടി മീസാൻ ഓതി പഠിക്കുകയാണ്, ചെറിയ കിതാബ്. ആ കുട്ടി 2-ാം ദിവസം തന്നെ ഉസ്താദിനോട് ചോദിക്കും, ഉസ്താദെ, ഇനി ഞാനൊരു സഖാഫിയോ അഹസനിയോ ഫൈസിയോ സയദിയോ എന്തെങ്കിലും ആവാൻ എത്ര കൊല്ലം വേണ്ടി വരും? ഇവൻ മീസാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഉസ്താദ് പറഞ്ഞു, മോനെ, അത് കുറെ കൊല്ലം കഴിയും, ഒരു 10 കൊല്ലോ. ഇതൊരു മൊബൈലിലെത്താൻ 10 കൊല്ലോ. എന്നാലേ ഞാൻ നാളെ തന്നെ വേറെ ഒരു പരിപാടിക്ക് പോവാ, കമ്പ്യൂട്ടർ പഠിച്ച് എങ്ങനെങ്കിലും കരിപ്പൂർക്ക് കൂടെ കയറി പോകാം. ഈ 10 കൊല്ലത്തെ ത്യാഗത്തിലൊന്നും ഞാനില്ല എന്ന് ചിന്തിക്കുന്ന മുതഅല്ലിമീങ്ങളുണ്ട്, അവരെ പറഞ്ഞേക്കുന്ന വാപ്പമാരുണ്ട്. അവരോട് സൂറത്തുൽ കഹ്ഫിലൂടെ അള്ളാഹ് ഉണർത്തുകയാണ്, വഇദ് ഖാല മൂസാ ലിഫതാഹു ലാ അബ്റഹു ഹത്താ അബ്ലുഗ മജ്മഅൽ ബഹ്റൈനി ഔ അംളിയ ഹുഖബാ. എന്തായി പറയുന്നത്? മൂസാ അലൈഹിസ്സലാമിനോട് യൂസ ചോദിക്കുകയാണ്. നടന്ന് കുറെ നടന്നപ്പോൾ, അല്ല മൂസാ നബിയെ, ഇനി എത്ര നടക്കാനുണ്ട്? നമ്മളെ ലക്ഷ്യസ്ഥലത്തേക്ക് ഇനി എത്ര പോകാനുണ്ടെന്ന് ചോദിക്കുമ്പോൾ മൂസാ നബിന്റെ മറുപടി എന്താണ്? പ്രിയപ്പെട്ട ഉമ്മമാരെ, ത്യാഗം, അച്ചടക്കം, അനുസരണം, ഉസ്താദുമാർക്ക് വഴിപ്പെട്ട് ജീവിക്കൽ, മാതാപിതാക്കളെ അനുസരിക്കൽ. സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം, ആ കുട്ടിയോടും കൂടെയുള്ള യുവാവിനോട് മൂസാ അലൈഹിസ്സലാം പറയുന്നു, ഞാൻ എൻ്റെ യാത്ര ഇത് പെട്ടെന്ന് തീരുന്ന യാത്രയല്ല. ലാ അബ്റഹു ഹത്താ അബ്ലുഗ മജ്മഅൽ ബഹ്റൈനി. ഈ യാത്രയിൽ ഒരു വലിയ പണ്ഡിതനെ കാണാനാണ് ഈ യാത്ര, വെറുതെ പുറപ്പെട്ടതല്ല. ആ പണ്ഡിതനെ കാണുന്നത് എവിടെയാണോ അവിടം വരെ ഞാൻ യാത്ര ചെയ്യും. ഔ അംളിയ ഹുഖബാ, ഒരു പക്ഷേ 240 കൊല്ലം ഈ യാത്ര നീളേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ 80 കൊല്ലം ഈ യാത്ര നീണ്ടേക്കാം. അത്രയും സമയം ഞാൻ യാത്ര ചെയ്യും, നീ എൻ്റെ കൂടെ നിൽക്കുമോ? യൂസ നബി അലൈഹിസ്സലാം പേടിച്ചു പോയി. ആ യുവാവ് പേടിച്ചു പോയി. വല്ലാത്തൊരു മറുപടിയാണല്ലോ ഈ പറഞ്ഞത്. ഇതിപ്പോഴൊന്നും തീരുന്ന യാത്രയല്ല, ആ യാത്ര അങ്ങനെ നീണ്ടുപോവുകയാണ്. അങ്ങനെയാണ് രണ്ടുപേരും ഒരു മരത്തണലിൽ വിശ്രമിക്കുന്നു, കടൽ തീരത്ത് വിശ്രമിക്കുമ്പോൾ
അവരുടെ പാത്രത്തിലുണ്ടായിരുന്ന മത്സ്യം, അത് വേവിച്ച ആ മത്സ്യം ജീവനുള്ള മത്സ്യം ചാടുന്നത് പോലെ ബഹറിലേക്ക് ചാടുകയാണ്. ഒറ്റച്ചാട്ടം. മൂസാ അലൈഹി ഇസ്ലാം പിന്നീട് ചോദിക്കുന്നു, അല്ല യൂശ, ആത്തിന ഖദാഅന, നമ്മൾ ആ വേവിച്ച ആ മത്സ്യം അതെവിടെ? ലഖദ് ലഖീനാ മിൻ സഫരിനാ ഹാദാ നസബാ, വിശപ്പുണ്ട്, നമ്മൾ ആ മീൻ തിന്നുക. ഇവിടെ ഇറച്ചി കൊണ്ടുപോകാതെ മീൻ കൊണ്ടുപോകാൻ ചില കാരണങ്ങൾ വേറെയുണ്ട്. ഇറച്ചിയേക്കാൾ പരിശുദ്ധിയുടെ വിഷയത്തിൽ മുന്നിൽ മത്സ്യമാണ്. മത്സ്യ കച്ചവടക്കാർ സന്തോഷിക്കുക, മത്സ്യം തിന്നുന്നവരും സന്തോഷിക്കുക. ഹലാലാണെന്ന് ഇറച്ചിയേക്കാൾ ഉറപ്പിക്കാൻ പറ്റിയ സാധനമാണ്. സ്വർഗത്തിൽ അതാണ് ആദ്യം മുഅ്മിനീങ്ങൾക്ക് കിട്ടുക. അള്ളാഹു അതിന് നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. അപ്പൊ ആ മത്സ്യം കാണുന്നില്ല. മൂസാ അലൈഹിസ്സലാം പറഞ്ഞു, മത്സ്യം എവിടെ? യൂശഇന്റെ മറുപടി, ഉസ്താദേ, ഒന്നും വിചാരിക്കരുത്, ഒന്നും കരുതരുത്. അറഅയ്ത ഇദ് അവൈനാ ഇല സഖറതി ഫഇന്നി നസീതുൽ ഹൂത വമാ അൻസാനിഹു ഇല്ല ശൈത്വാനു അൻ അദ്കുറഹു. ആ മത്സ്യം നമ്മൾ അവിടെ വിശ്രമിച്ചപ്പോൾ അത് ബഹറിലേക്ക് ചാടി. അത് പറയാൻ ഞാൻ മറന്നതാണ്. മുമ്പൊരാൾ തെങ്ങിൽ കയറി, വളരെ പ്രയാസപ്പെട്ട് തെങ്ങിൽ കയറി. അയാൾ മുകളിലെത്തി തേങ്ങ പറിക്കാതെ താഴോട്ടിറങ്ങി. കർഷകൻ ഇവനോട്, തൊഴിലാളിയോട് ചോദിച്ചോടെ തേങ്ങ പറിച്ചോ? നീയല്ല കയറുന്നത് കണ്ട് ഞാൻ കയറിയിരുന്നു, മറന്നുപോയത്. ഇതെന്ത് മറക്കലാണോ? വളരെ പ്രയാസപ്പെട്ട് കമേഴ്സ് കിട്ടിയതാണ്, അല്ലെങ്കിൽ സയൻസ് കിട്ടിയതാണ് +2-ന്. അത് പഠിക്കാൻ പോകുന്ന കുട്ടി 2 കൊല്ലം കഴിഞ്ഞ്, എടാ നീ ജയിച്ചാ? ഞാന് അതിന് പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ മറന്നുപോയി. ഇതെന്തൊരു അത്ഭുതമാണോ? ഇത്ര പ്രയാസപ്പെട്ട് ഏതെല്ലാം റെക്കമെൻഡ് ഉണ്ട് അത് കിട്ടിയത്, എന്നിട്ട് ഈ മറന്നുപോവുക. ഇതുപോലെ ഒരു മറവി യൂശയിനോട് മറക്കുകയാണ്. മൂസ അലൈഹിസ്സലാം അവിടെ ചെയ്യേണ്ടിയിരുന്നത് തന്റെ കയ്യിലുള്ള വടിയെടുത്ത് തല്ലലാണ്. പക്ഷേ തല്ലിയില്ല. സത്യത്തിൽ യൂശ നബി അലൈഹിസ്സലാമിനുള്ള പാഠമല്ല, മൂസ നബിക്കുള്ള പാഠമാണ്. എന്ന് പറഞ്ഞാൽ, നീ എത്ര യുക്തിയുള്ളവനായാലും ശരി, നീ എത്ര തന്റെ ഇടമുള്ളവനായാലും ശരി, നിന്റെ മനസ്സിലൊരു കാര്യം ഓർമ്മിപ്പിച്ചു തരാൻ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും കഴിയുന്നതല്ല. റബ്ബ് അല്ലാതെ ഓർമ്മിപ്പിക്കുന്നവൻ വേറെ ആരുമില്ല. അതുകൊണ്ട് തന്നെ ഈ അധ്യായത്തിൽ വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദൻ ഇല്ലാ അൻ യശാ അല്ലാഹ് വദ്കുർ റബ്ബക ഇദാ നസീത. ഓ മനുഷ്യ, ഒന്നും നീ പറയരുത് ഇൻഷാ അല്ലാഹ് ഇല്ലാതെ. ചില ഉസ്താദുമാരൊക്കെ ഇൻഷാ അല്ലാഹ് ഇങ്ങനെ പറയുമ്പോൾ ചില സാധാരണക്കാർ ചോദിക്കാറുണ്ട്, നിങ്ങളെ പിന്നെ എപ്പോഴാ വരിക എന്നങ്ങോട്ട് പറയും. ഇൻഷാ അല്ലാഹ് ഞായറാഴ്ച. അത് ഇൻഷാ അല്ലാഹ് അവിടെ നിൽക്കട്ടെ, ബാക്കി പറ. ഉസ്താദ് പിന്നെ പറയുമ്പോഴും ഇൻഷാ അല്ലാഹ് വിട്ട് മൂപ്പർക്ക് പരിപാടിയില്ല, പിന്നെ ഇൻഷാ അല്ലാഹ് തന്നെ. ഇത് ഉസ്താദുമാരെക്കാൾ ശ്രദ്ധിക്കുന്ന ഹാജിമാരുണ്ട്, മുഅ്മിനീങ്ങളുണ്ട്, സാലിഹീങ്ങളുണ്ട്, എത്ര ആളുകളുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് എപ്പോഴും നമ്മുടെ കൂടെ വേണം. കാരണം മറപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആരോടാ മറന്നത്? മൂസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെ പോകുന്ന യൂശയിനോടാ മറക്കുന്നത്. എന്താ മറന്നത്? ഈ മത്സ്യം എവിടെ വെച്ച് അപ്രത്യക്ഷമാകുമോ അവിടെയാണ് ഉണ്ടാവുക. ആരുണ്ടാവുക? ഖദർ അലൈഹിസ്സലാം എന്ന ഗുരു അവിടെ ഉണ്ടാകും. അവിടെയാണ് നമ്മൾ ഇറങ്ങേണ്ടത്. അതുകൊണ്ട് കരുതണേ എന്ന് പറഞ്ഞതാണ്. എന്നിട്ട് ഇത് ചാടിയിട്ട് അറിഞ്ഞില്ല. KSRTC സ്റ്റാൻഡിലെത്തി രാത്രി. വീട്ടിലേക്ക് പോകാനുള്ള വണ്ടിയില്ല, ഒന്നുമില്ല. എന്ത് ചെയ്യും? അവസാനം ഒരു പത്രം വാങ്ങി, സിറാജ് പത്രം വാങ്ങി, അല്ലെങ്കിൽ വേറൊരു പത്രം വാങ്ങി അവിടെ വിരിച്ച് അതിൽ സുഖമായിട്ട് കിടക്കുക. ഈ കിടക്കുന്ന സമയത്ത് നമ്മൾ സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരേ ഒരു സാധനം ഏതാ? നമ്മളെ പോക്കറ്റ്. ആ പോക്കറ്റും അവിടെയുള്ള ആ സാധനം, അത് ഒരു രൂപത്തിലും നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കില്ല. അത് മാത്രം മറന്നുപോയില്ല, ബാക്കിയൊക്കെ മറക്കാൻ സാധ്യത ഉണ്ട്. ചിലപ്പോൾ തൊപ്പി മറന്നു പോകാറുണ്ട്. അങ്ങനെ എത്രയോ തൊപ്പി പോയ ആളുകൾ പല സ്ഥലത്തും ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാണാറുണ്ട്. അങ്ങനെയാണ് ചില തൊപ്പിയൊന്നും കാണാതെ ആയത്. അല്ലാതെ തൊപ്പിയോട് ഇഷ്ടമല്ലാഞ്ഞിട്ടൊന്നുമല്ല.
ഇത് മറക്കൂല. കാരണം ഇതിലുണ്ടെങ്കിലല്ലേ രാവിലെ അടുത്ത ബസ്സിന് നാട്ടിലേക്ക് പോകാൻ കഴിയൂ. അതെങ്ങനെ മറക്കും? ഇതുപോലെയുള്ള മറവി സംഭവിച്ചപ്പോൾ മൂസാ നബിക്ക് അല്ലാഹ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മൂസാ നബിയെ, സംഗതി ഗൗരവമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വളരെ വലിയവനാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അവസാനം മൂസ അലൈഹിസ്സലാമും യൂശഉം കൂടി ഖദർ അലൈഹിസ്സലാമിന്റെ സമീപത്തെത്തി. അവിടെ എത്തിയതിനു ശേഷമുണ്ടായ കഥകൾ അത് പിന്നീട് വളരെ വിശദമായി പറയാൻ പോകുന്നു. സന്ദർഭം പോലെ പറയുകയോ പറയാതിരിക്കുകയോ നിങ്ങളിലേക്ക് തന്നെ വിടുകയോ ഒക്കെ ചെയ്യാം ഇൻഷാ അല്ലാഹ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പോവുകയാണ്. പോകുമ്പോ ചോദിച്ചു, നബിയെ എങ്ങോട്ടാ പോകുന്നത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന് പോകുന്നത് ഒരു പ്രധാനപ്പെട്ട സ്ഥലത്തേക്കാ, ജിന്നുകളെ സമീപത്തേക്കാ അന്ന് പോകുന്നത്. ജിന്നുകളെ സമീപത്തേക്ക്. ജിന്നുകളിലേക്ക് അയക്കപ്പെട്ട നബിയാണ്, ഇൻസുകളിലേക്ക് അയക്കപ്പെട്ട നബിയാണ്. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ അജമി. അറബികളിലേക്കും അനറബികളിലേക്കും ഇൻസിലേക്കും ജിന്നിലേക്കും ആ ജിന്നുകളുള്ള സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത്. ഇബ്നു മസ്ഊദ് ചോദിച്ചു, ഞാനും വരട്ടെ? മോനെ, നീ വരണ്ട. അല്ല, ഞാൻ വരും. ബാപ്പ പോകുന്ന എല്ലായിടത്തും പോകാൻ മക്കൾക്ക് ഒരാശ. ഉസ്താദ് പോകുന്ന എല്ലാ കേന്ദ്രത്തിൽക്കും പോകാൻ ശിഷ്യനുടെ ആശ. ഡോക്ടർ പോകുന്ന എല്ലാ റൂമിലേക്കും രോഗിക്ക് പോകാൻ പറ്റുകയില്ലല്ലോ. ഡോക്ടർ എല്ലായിടത്തും പോകും, ഡോക്ടർ പേടിക്കുകയില്ല, മരുന്നുണ്ട്, അദ്ദേഹത്തിന്റെ കയ്യിൽ പ്രതിരോധത്തിനുള്ള ശക്തിയുണ്ട്. ഇത് രോഗിയാണ്, ഈ രോഗിക്ക് ശക്തിയായിട്ടില്ല. മറ്റൊരു റൂമിലേക്ക് പോയാൽ ആ രോഗം കൂടി ഇങ്ങോട്ട് പകരും, ബാക്ടീരിയ ഇങ്ങോട്ട് പടർന്നാൽ സംഗതി അപകടമാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയുന്നു, നീ വരണ്ട. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് ഹബീബായ നബി തങ്ങൾ ഒരു വര വരച്ച് കൊടുത്തു. സഹീഹുൽ ബുഖാരി. നല്ലൊരു വര, ഒരു റൗണ്ട് വരച്ചിട്ട് പറഞ്ഞു, ഇബ്നു മസ്ഊദേ, നീ ഈ റൗണ്ടിന്റെ ഉള്ളിൽ അവിടെ നിന്നോ. ഈ റൗണ്ടിൽ നിന്ന് നീ വിട്ടാൽ നിന്നെ ജിന്ന് റാഞ്ചിക്കൊണ്ടുപോകും. അതുകൊണ്ട് ഈ റൗണ്ടിൽ അവിടെ നിന്നോ, ഞാൻ പോയി വരാ. അള്ളാഹുവിന്റെ ഹബീബ് പുറപ്പെട്ടു. ജിന്നുകൾക്ക് ദർസ് നടത്തി. 12,000 ജിന്നുകൾ ഇസ്ലാമിലേക്ക് വന്നു. തിരിച്ചു വന്നു നോക്കുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എവിടെയുണ്ട്? അനുസരണമുള്ള മക്കളോട് ഞാൻ പറയുന്നു, നിസ്കാരവും നോമ്പുമുള്ള ബാപ്പയും ഉമ്മയും പറഞ്ഞാൽ മക്കളത് അനുസരിക്കണം. വരച്ച വരയിൽ നിൽക്കലാണ് അച്ചടക്കം. വരച്ച വരയിൽ നിൽക്കലാണ് അച്ചടക്കം. ഉസ്താദ് പറഞ്ഞു, നീ ഇന്നതാണ് ചെയ്യേണ്ടത്, ഇന്നതാണ് ഓതേണ്ടത്, ഇന്ന സ്ഥലത്താണ് പഠിക്കേണ്ടത്, ഞാൻ വരുന്നത് വരെ ഖുത്ബയും കാര്യവും നീ നടത്തണം എന്നൊക്കെ ഏൽപ്പിച്ചു പോയാൽ ആ ഉസ്താദിന്റെ സമ്മതമില്ലാതെ അത് വേറൊരാളെ ഏൽപ്പിച്ച് ആ ഉസ്താദിന്റെ പൊരുത്തക്കേട് വാങ്ങുന്ന കൂട്ടത്തിൽ നമ്മളായി പോകാൻ പാടില്ല. അനുസരണം. ഇബ്നു മസ്ഊദ് അവിടെ തന്നെ നിൽക്കുകയാണ്. നബിതങ്ങൾ വന്നു നോക്കുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് അതേ റൗണ്ടിൽ തന്നെയാണുള്ളത്. വലിയ സന്തോഷമായി പോയി. അവിടുന്ന് പറയുകയാണ്, ഇബ്നു മസ്ഊദേ, നീയെങ്ങാനും ആ റൗണ്ടിൽ നിന്ന് തെറ്റിയിരുന്നുവെങ്കിൽ നിന്നെ ജിന്ന് തട്ടിക്കൊണ്ടുപോകുമായിരുന്നു. ഇങ്ങനെ ഉസ്താദുമാരുടെയും മഹാന്മാരുടെയും പൊരുത്തവും അനുസരണവും വാങ്ങാൻ വിശ്വാസികളായ ആളുകൾ പഠിക്കണം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ചെറിയ വിഷയമല്ല, വളരെ വലിയ വിഷയമാണ്. ഈ അച്ചടക്കം ഇവിടെ വേണമെന്നും അനുസരണം വേണമെന്നും പഠിപ്പിക്കാൻ വേണ്ടി വന്ന മഹാന്മാരായ അമ്പിയാക്കളുടെ ചരിത്രം എടുത്തു നോക്കൂ. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ചിരിച്ച ഒരു സുപ്രധാന ദിവസം ചരിത്രത്തിൽ കാണാം. മകൻ മരിച്ചു. മകനെ കൊണ്ടുപോയി ഖബറിൽ മറവ് ചെയ്തു. ആ ഖബർപുറത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ലൊരു പുഞ്ചിരി. ബഹുമാനപ്പെട്ട കുണ്ടൂരി അബ്ദുൽ ഖാദർ മുസ്ലിയാരെ നമ്മൾ ഇവിടെ അനുസ്മരിക്കുകയാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ പദവികൾ ഏറ്റിക്കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ മകൻ മരിച്ചപ്പോൾ
നാട്ടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക്, നാട്ടിലേക്ക് ജനങ്ങൾ ഒഴുകി. തഅസിയത്തിന് പോയതാണ്, ആശ്വസിപ്പിക്കാൻ പോയതാണ്. അവിടെ ആശ്വസിപ്പിക്കാൻ പോയപ്പോൾ മർക്കസിൽ നിന്ന് അവിടെ എത്തിയ ഞങ്ങളോട് കുണ്ടൂർ ഉസ്താദ് ഇങ്ങോട്ട് പറയുകയാണ്, കുട്ടികളെ നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങൾ വേദനിക്കരുത്, നിങ്ങൾ ബേജാറാവരുത്, നിങ്ങൾ വല്ലാതെ ക്ഷമിക്കണം എന്നിങ്ങോട്ട് പറയുകയാണ്. ഇത് അങ്ങോട്ട് പറയാനാണ് നമ്മൾ പോയത്. ഉസ്താദെ നിങ്ങളെ മകൻ മരിച്ചതിൽ നിങ്ങൾ ബേജാറാവണ്ട എന്ന് പറയാനാണ് നമ്മൾ പോയത്. ആ പോയ നമ്മളോട് ഇങ്ങോട്ട് പറയാണ്, നിങ്ങൾ ബേജാറാവണ്ട. അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞത്. അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ മകൻ മരിച്ചപ്പോൾ ആ മകന്റെ ഖബറിന്റെ സമീപത്ത് നിന്നുകൊണ്ട് ഇബ്നു ഉമർ അതാ പുഞ്ചിരിക്കുകയാണ്. ചോദിക്കുന്നു, ഉസ്താദെ ഇതെന്താണ്? വല്ലാത്തൊരു പുഞ്ചിരി, മുഖത്ത് ഈ വെളിച്ചം ഈമാന്റെ വെളിച്ചമാണ്. അതിന്റെ കാരണത്തെപ്പറ്റി ഇബ്നു ഉമർ പറയുകയാണ്, റളീനാ ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബി മുഹമ്മദിൻ നബിയ്യാ. ഈ ലോകത്ത് എന്ത് നടന്നാലും അത് അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ മാത്രമാണ് നടക്കുന്നത്. ആ കുട്ടിയുടെ കാലം ഇത്രമാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ പീരീഡ് കഴിഞ്ഞാൽ കുട്ടി ഇവിടുന്ന് പോകണം. ആ കുട്ടി ഇനി ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല. മരിച്ച കുട്ടിയെ ഇവിടെ നിർത്താൻ കഴിയുമോ? 24 മണിക്കൂർ കൊണ്ട് ചീഞ്ഞ നാറുകയില്ലേ? മരിക്കണ്ടെന്ന് നമ്മൾ തീരുമാനിച്ചിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് മുഅ്മിനീങ്ങളുടെ അനുസരണം, അവരെ അച്ചടക്കം, അവരെ മുഖത്ത് പ്രകടമാകണം, അവരെ വാക്കുകളിൽ പ്രകടമാകണം, അവരെ എല്ലാ നീക്കങ്ങളിലും അതുണ്ടാവണം.